ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത്. ഈ മിസൈലുകളെ തടയുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. നിലവിൽ ലോകത്ത് ഒരു രാജ്യത്തിന്റെ കയ്യിലും ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ പറ്റുന്ന തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്നേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിനു പുറമെ നമ്മൾ റഷ്യയിൽ നിന്ന് S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഈ S-400 ഒന്നും കൊണ്ട് നമുക്ക് ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ പറ്റില്ല. മാക് 5 മുതൽ മാക് 9 അല്ലെങ്കിൽ അതിനും മുകളിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന, ശബ്ദത്തെക്കാൾ പല മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ വളരെ അപകടകാരികളാണ്. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ നിഗൂഢവും വളരെ രഹസ്യാത്മകത ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഈ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. അതായത് 2000-ന് ശേഷം, കാർഗിൽ യുദ്ധത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത് പാകിസ്ഥാൻ, ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചെറിയ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ലാൻഡിൽ നിന്നും അതുപോലെ സീയിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ കടലിൽ നിന്നും വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഡെവലപ്പ് ചെയ്തെടുത്തു. പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ത്രെട്ടുകളെ തടയാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ലോവർ ആൾട്ടിറ്റ്യൂഡിലുള്ള ഭീഷണികളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു മിസൈൽ സിസ്റ്റം കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള മിസൈലുകളെ തടയാൻ ആവശ്യമായ തരത്തിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇന്ത്യയുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. 2006 PAD എന്ന് പറയുന്ന പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റവും 2007 AADയും നമ്മൾ കൃത്യമായും പരീക്ഷിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു. ഇതോടെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം എയർ ഡിഫൻസ് സിസ്റ്റം, ഇത്തരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ പറ്റുന്ന ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്ത മൂന്നാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഓർക്കുക, ഈ സമയത്ത് ചൈനയ്ക്ക് പോലും സ്വന്തമായിട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അടുത്ത ഘട്ടമായിട്ട് ഇന്ത്യ പിന്നീട് ഏകദേശം മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ, അതായത് 1000 മുതൽ 3000 കിലോമീറ്റർ റേഞ്ച് വരെയുള്ള ത്രെട്ടുകളെ തടയാൻ കഴിയുന്ന തരത്തിൽ AD-1 എന്ന് പറയുന്ന ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, അതായത് ഒരു 3000 മുതൽ 5500 കിലോമീറ്റർ വരെ റേഞ്ചിൽ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ കഴിയുന്ന AD-2 എന്ന് പറയുന്ന ഒരു ഡിഫൻസ് സിസ്റ്റവും ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തു. എന്നാൽ AD-1 തന്നെ 5000 കിലോമീറ്റർ വരെ വരുന്ന ത്രെട്ടുകളെ, ദൂരപരിധിയിൽ നിന്ന് വരുന്ന ത്രെട്ടുകളെ നേരിടാനായിട്ടുള്ള ശേഷിയുണ്ട് എന്നും ചില പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. AD-2 ഏകദേശം 5000-ന് മുകളിൽ 8000 വരെ കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന മിസൈലുകളെ തടയാൻ ശേഷിയുണ്ടെന്നുമാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇക്കാര്യങ്ങളെല്ലാം ഇന്ത്യ വളരെ രഹസ്യാത്മകത പുലർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടും എന്താണ് റിയൽ ആയിട്ടുള്ള, ആക്ച്വൽ ആയിട്ടുള്ള ഫിഗർ എന്നുള്ളത് പറയുക എളുപ്പമല്ല. നമുക്ക് കിട്ടുന്ന ഈ ന്യൂസ് ചാനലുകളുടെ റിപ്പോർട്ടുകളും ചില ലീക്ഡ് സോഴ്സുകളും വഴിയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇവ. ഇത് കൂടാതെ ഇന്ത്യക്ക് ഒരു ഫേസ് 3 പ്രോഗ്രാം ഉണ്ട്. ഈ ഫേസ് 3 എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ഫേസ് 3, ഈ ഒരു ഭാഗത്തിൽ ഇന്ത്യ ഹൈപ്പർസോണിക് ത്രെട്ടുകളെ നേരിടാൻ വേണ്ടിയിട്ട് ശേഷിയുള്ള ഡിഫൻസ് സംവിധാനങ്ങളെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതായത് നെക്സ്റ്റ് ജനറേഷൻ ഭീഷണികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് സൂചന. ADAH, ADAM എന്നിങ്ങനെയുള്ള പല പേരുകളിലാണ് ഈ മിസൈൽ സിസ്റ്റംസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് സൂചനകൾ. ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇത് അതിനെ ഏറ്റവും അധികം അപകടകാരിയാക്കി മാറ്റുന്ന ഒന്നാണ്. അതായത് അൺപ്രഡിക്റ്റബിൾ ആണിത്. ഇതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് ലോക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് തകർക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സാധാരണ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ ഈ മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ അപകടകാരികളാവുന്നത് അവിടെയാണ്. ഇന്ത്യയുടെ ADAH എന്ന് പറയുന്ന സിസ്റ്റം ഈ ഇത്തരത്തിൽ ഉള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസിനെ കൃത്യമായിട്ട് ലോക്ക് ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് സൂചന. ADAM എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ ശേഷിയുള്ള
അത്രയും ആധുനികമായിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ചൈന ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യില്ല. ഇപ്പോൾ ചൈനയും പണ്ട് ചെയ്യുമായിരുന്നില്ല. കാരണം അങ്ങനെ നമ്മൾ റിവീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പവർഫുൾ രാജ്യമാണെന്ന് മറ്റ് ശക്തികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഇന്ത്യ തീരെ ദരിദ്ര രാജ്യമൊന്നും അല്ല, ഒരു തരക്കേടില്ലാത്ത ഒരു രാജ്യമാണെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് എന്തിനാണ് ടാക്സിൽ ഇളവുകൾ കൊടുക്കേണ്ട കാര്യം? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ത്യ അത്ര ദുർബല രാജ്യമല്ലല്ലോ, അല്ലെങ്കിൽ അത്ര ദാരിദ്ര്യമുള്ള രാജ്യമൊന്നും അല്ലല്ലോ. ഇന്ത്യയുടെ പർച്ചേസ് പവർ പാരിറ്റി തന്നെ നോക്കൂ. അത് അമേരിക്ക കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ ലോകത്ത് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തിന് എന്തിനാണ് അമേരിക്ക ഇളവുകൾ കൊടുക്കുന്നത് എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോഴും ചില മേഖലകളിൽ നമ്മൾ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, നമുക്ക് ചില ടെക്നോളജികൾ ഇനിയും ആവശ്യമുള്ളതുണ്ട്. അത് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ടെക്നോളജീസ്, അവരുടെ ആയുധങ്ങളൊക്കെ ഇന്ത്യക്ക് തരാൻ മടിക്കും. കാരണം ഇന്ത്യയുടെ സ്വന്തം ടെക്നോളജിയുടെ കൂടി അതുകൂടി കിട്ടുമ്പോൾ ഇന്ത്യ വളരെയധികം അപകടകാരിയായിട്ട് മാറുമെന്ന് അവർ ഭയപ്പെടും. മറ്റൊരു കാര്യം, ഇന്ത്യക്ക് ഇപ്പോഴും ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. മറ്റു പല മേഖലയിലും നമ്മൾ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും എഞ്ചിൻ നിർമ്മിക്കുന്ന കാര്യത്തിൽ നമ്മൾ വലിയ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് US-ന്റെയോ ഫ്രാൻസിന്റെയോ ഒക്കെ സപ്പോർട്ട് ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അവിടെ നമ്മളൊരു വലിയ മേജർ പവറിനെ പോലെ എല്ലാ ആയുധങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നുള്ളത് റിവീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ടെക്നോളജീസ് കിട്ടാൻ വീണ്ടും സാധ്യത കുറയുകയാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നിലവിൽ ടെക്നോളജിക്കലി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ മുമ്പിൽ വലിയ പവറൊന്നും കാണിക്കാതെ ഒരു സൈഡിൽ കൂടി പോകുന്നത് തന്നെയായിരിക്കും ഇന്ത്യക്ക് നല്ലത്. അതുകൊണ്ടാണ് ഇന്ത്യ 10,000 കിലോമീറ്റർ പ്ലസ് വരുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളൊന്നും പരീക്ഷിക്കാത്തത്. അപ്പൊ ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ അടക്കം പ്രതിരോധിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കയും ചൈനയും റഷ്യയും പോലും അമ്പരപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യ ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഇന്ത്യ അതിൽ സക്സസ് ആയി എന്നുള്ള യാതൊരു അപ്ഡേറ്റുകളും എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന്റെ കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഉചിതമായ സമയത്ത് മാത്രം ചിലപ്പോൾ അമേരിക്കയോ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഒക്കെ ഇത് പരീക്ഷിച്ചതിന് ശേഷം, അവരിത് വിജയം കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഇന്ത്യ ഞങ്ങളും ഇത് കണ്ടെത്തി എന്ന് പറഞ്ഞു വരാൻ പോകുന്നത്. സോ എന്തായാലും ഈ പ്രോഗ്രാമുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ചൈനയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. വ്യോമ പ്രതിരോധ സംവിധാനത്തില് ഇപ്പൊ അമേരിക്ക, റഷ്യ ഈ 2 രാജ്യങ്ങളിൽ കഴിഞ്ഞാൽ 3-ാമത് ഇന്ത്യയാണ്. പലരും ഇസ്രായേലിനെ എപ്പോഴും പറയാറുണ്ട് അയൺ ഡോമിന്റെ ഒക്കെ പേരിൽ. US-ന്റെ സഹായത്തോടെയാണ് ഇസ്രായേൽ അയൺ ഡോം ഡെവലപ്പ് ചെയ്തെടുത്തത്. അതിന് ഒരുപാട് പരിമിതികളുമുണ്ട്. അതിനേക്കാളൊക്കെ മികച്ച ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന സിസ്റ്റംസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യത്തിൽ റഷ്യ തന്നെയാണ് 1-ാമത്, 2-ാമതാണ് US, 3-ാമത് ഇന്ത്യയാണ്, 4-ാം സ്ഥാനമേ സത്യത്തിൽ അക്കാര്യത്തിൽ ചൈനയ്ക്കുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.